മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. Letter to Colossians chapter 1 verse 29. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്ര അവനെ ശക്തമായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. അധ്വാനിക്കുമ്പോൾ അതിൽ രസം അനുഭവിക്കുവാൻ സാധിക്കുന്നവർക്ക് ജീവിതം വിരസമാവുകയില്ല. ബഹുമാന്യങ്ങളായ നേട്ടങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് സാധിക്കും. അവരുടെ ആളത്വത്തിൽ ഗാംഭീര്യവും പ്രസന്നതയും പരിലസിക്കും. അധ്വാനത്തിൽ രസിക്കുവാൻ പൗലോസിന് സാധിച്ചു. വിശ്രമം കൂടാതെ 3 മിഷണറി യാത്രകൾ നടത്തി. അറിയപ്പെട്ടിരുന്ന നഗരങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ചു. താൻ സ്ഥാപിച്ച സഭകൾക്കെല്ലാം ലേഖനങ്ങൾ എഴുതി. മാത്രമല്ല, കൈകൊണ്ട് കൂടാരങ്ങൾ നിർമ്മിച്ചു പണമുണ്ടാക്കി സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാനും പൗലോസ് ശ്രദ്ധിച്ചിരുന്നു. ഏത് ജോലിയും ദൈവത്തോട് ചേർന്ന് ചെയ്താൽ ആത്മീക വളർച്ചയ്ക്കത് സഹായകമായിരിക്കും. പ്രസിദ്ധ ബൈബിൾ പണ്ഡിതനും പരിഭാഷകനുമായ ഡോക്ടർ മോഫാറിന്റെ ജീവിത ചര്യ സത്താർഹമാണ്. അദ്ദേഹത്തിന്റെ പഠനമുറിയിൽ 3 മേശകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു മേശയിൽ ബൈബിൾ പരിഭാഷകരുടെ ജോലികൾ നിർവഹിക്കുന്നു. 2-ാമത്തെ മേശയിൽ സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കുവാനും എഴുതുവാനുമുള്ള പുസ്തകങ്ങളും കടലാസുകളും വെച്ചിരിക്കുന്നു. 3-ാമത്തേതിൽ വായിക്കുവാനുള്ള നോവലുകളും. മേശയിലെ ജോലികൾ ചെയ്ത് ക്ഷീണിച്ചു കഴിയുമ്പോൾ അടുത്ത മേശയിലെ വിഷയത്തിൽ കിടക്കും. അവിടെ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ 3-ാമത്തെ മേശയുള്ള വിഷയത്തിൽ ജോലി ആരംഭിക്കും. പ്രകാരം ക്രമീകരണത്തോടെ ജോലികൾ ചെയ്തതിന്റെ ഫലമായി ക്ഷീണിക്കാതെയും തളരാതെയും വളരെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവത്തോട് ചേർന്ന് ജോലി ചെയ്ത് സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നമ്മുടെ ജോലികൾ ദൈവത്തോട് ചേർന്നാണോ നിർവഹിക്കുന്നത്? ആണെങ്കിൽ അവിടെ നമുക്ക് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. അല്ല, ഞാൻ ജോലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നയാളാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തോടൊത്ത് അധ്വാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഫലം പുറപ്പെടുവിക്കും. അവിടെ നമുക്ക് സംതൃപ്തി ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. എന്റെ ഈശോയോടുകൂടി ചേർന്നുകൊണ്ട് അധ്വാനിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.